പ്രിയപ്പെട്ടവരെ, നമ്മുടെ CPIM മാത്രമല്ല കേരളത്തിലെ ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങൾക്കാകെയും ഇന്നത്തെ ഘട്ടത്തിൽ ജനാധിപത്യ ശക്തികൾക്കും വലിയ നഷ്ടം എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ് VSൻ്റെ വിയോഗം. VSനെ കുറിച്ച് വളരെ കൂടുതൽ കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ പറഞ്ഞു പോകുന്ന ഔചിത്യമാവില്ല എന്നാണ് കരുതുന്നത്. നമ്മുടെ ആധുനിക കേരളത്തിൻ്റെ സൃഷ്ടിയിൽ അതുല്യമായ പങ്കുവഹിച്ച ചുരുക്കം മഹാരഥന്മാരുണ്ട്. ആ കൂട്ടത്തിൽ ഒരാളാണ് VS. നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി ഇഴചേർന്നാണ് ആ ജീവിതം കാണാൻ നമുക്ക് കഴിയുക. സർ CP അമേരിക്കൻ മോഡൽ എന്ന പേരിൽ രാജഭരണം തന്നെ നിലനിർത്തുന്നതിനുള്ള നീക്കം നടത്തിയപ്പോൾ അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന് വിളിച്ചുകൊണ്ട് ഐതിഹാസിക സമരം നടത്തിയ പുന്നപ്ര വയലാർ സമരസേനാനികൾ ആ പുന്നപ്ര വയലാർ സമരവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് സഖാവ് VSൻ്റെ ജീവിതം. ഇവിടെ പറഞ്ഞതുപോലെ കേരളത്തിലെ സംഘടനാ പ്രവർത്തനത്തിൽ തൊഴിലാളി സംഘടനയായാലും കർഷക പ്രസ്ഥാനമായാലും വിശേഷിച്ച് കർഷക തൊഴിലാളി പ്രസ്ഥാനം ശക്തിപ്പെടുത്തുന്നതിൽ ഏറ്റവും വലിയ പങ്കുവഹിച്ച നേതാവായിരുന്നു VS എന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിൻ്റെ എല്ലാം വിശദാംശങ്ങളിലേക്ക് കടന്നാൽ വളരെ കൂടുതൽ സമയമെടുക്കുമെന്നതുകൊണ്ട് ഈ ഒരു അവസരത്തിൽ അതിലേക്ക് വിശദമായി ഞാൻ കടക്കുന്നില്ല. കുട്ടനാടിലെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ ചുമതല ഏറ്റെടുത്തു പോയ VS കൃഷ്ണപിള്ളയുടെ നിർദ്ദേശം ഭംഗിയായി നിറവേറ്റിയെന്ന് മാത്രമല്ല, അതുല്യമായ സംഘാടന ശേഷി അതിലൂടെ നേടിയെടുക്കാനായി എന്നതും നാം കാണേണ്ടതായിട്ടുണ്ട്. പിന്നീടുള്ള കാലത്ത് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും CPIMലുമെല്ലാം കണ്ട തിളക്കമാർന്ന സംഘാടന രീതി, സംഘടനാ പ്രവർത്തനത്തിലെ മികവ് ഈ ഒരു അടിത്തറയിൽ VSന് ലഭിച്ചതാണ് എന്നത് നാം കാണണം. നമ്മുടെ നാടിൻ്റെ പുതിയ കേരളത്തിൻ്റെ നല്ല നിലയിലുള്ള വളർച്ചയ്ക്ക് വലിയ സംഭാവനയാണ് VS നൽകിയത്.
ഇവിടെ ജാതിമത ശക്തികളുടെ ഇടപെടൽ, വർഗീയ ശക്തികൾ അതിശക്തമായി ഇടപെടുന്ന രീതി, ഇതിനെല്ലാം എതിരെ നിരന്തര പോരാട്ടം നടത്തിയ ജീവിതമാണ് വി എസിൻ്റേത്. എല്ലാ ഘട്ടത്തിലും തൊഴിലാളി വർഗ താല്പര്യം ഉയർത്തിപ്പിടിക്കാൻ വി എസ് ശ്രദ്ധിച്ചിരുന്നു. നമ്മുടെ നാട്ടിലെ അധസ്ഥ വിഭാഗത്തോട് വലിയ താല്പര്യവും അതിൻ്റെ ഭാഗമായുള്ള നടപടികളുമാണ് വി എസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്.